വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ ക്രൈസ്തവ സഭകളും രംഗത്തെത്തി. രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉയർത്തുന്ന ആശങ്കകൾക്ക് ക്രിയാത്മകമായ പരിഹാരം കണ്ടെത്താൻ ഭരണാധികാരികൾക്ക് കഴിയണമെന്ന് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CSI മധ്യകേരള മഹാ ഇടവകയും ആവശ്യപ്പെട്ടു. പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യതലസ്ഥാനത്തെ പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിക്കുമ്പോൾ കൂടുതൽ രാഷ്ട്രീയ സംഘടനകൾക്ക് പിന്നാലെ വിവിധ ക്രൈസ്തവ സഭകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉയർത്തുന്ന ആശങ്കകൾക്ക് ക്രിയാത്മകമായ പരിഹാരം കണ്ടെത്താൻ ഭരണാധികാരികൾക്ക് കഴിയണമെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത ആവശ്യപ്പെട്ടു. പുതുതലമുറയുടെ ഊർജ്ജസ്വലത തെരുവിൽ പാഴാക്കാനുള്ളതല്ല, മറിച്ച് അവരുടെ ചിന്താശേഷിയും സർഗാത്മകതയും നാടിൻ്റെ വികസനത്തിനാണ് വിനിയോഗിക്കേണ്ടത്. ഇന്നത്തെ യുവത കടുത്ത പ്രതിഷേധത്തിലും നിരാശയിലുമാണ്. ആശയങ്ങളെ ആയുധങ്ങൾ കൊണ്ട് നേരിടുന്ന സങ്കടകരമായ കാഴ്ചകൾ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിഷേധങ്ങൾ അക്രമത്തിൻ്റെ പാതയിലേക്ക് പോകാതിരിക്കാൻ യുവസമൂഹം ജാഗ്രത കാട്ടണമെന്നും കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിയണമെന്നും ദിയസ്കോറസ് മെത്രാപ്പോലിത്ത ആവശ്യപ്പെട്ടു. അറിവിൻ്റെ പുസ്തകത്താളുകളിൽ അഴിമതിയുടെ കറപുരളുന്നത് പുരോഗമന സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ലെന്നും വാർത്താക്കുറിപ്പിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരീക്ഷ ക്രമക്കേടിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാനും ആവശ്യപ്പെട്ടു. ദേശീയ പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളിൽ വേദന പ്രകടിപ്പിച്ച് യുവജനങ്ങളും വിദ്യാർത്ഥികളും നടത്തുന്ന പ്രതിഷേധങ്ങളോട് സഭ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ സുതാര്യതയും നീതിയും തകർക്കുന്ന പ്രവേശന പരീക്ഷ ക്രമക്കേട് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ആശങ്ക അറിയിക്കുന്നതായും യുവജനങ്ങളുടെ ആത്മവിശ്വാസത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച പരീക്ഷാ ക്രമക്കേടുകളെ ശക്തമായി അപലപിക്കുന്നതായും ബിഷപ്പ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആരോപണങ്ങളിൽ സമഗ്രവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി തെറ്റുകൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം ഭരണപരമായ വീഴ്ചകളുടെയും അനാസ്ഥകളുടെയും ഇരകളായി യുവജനങ്ങളുടെ ഭാവി തകർക്കപ്പെടരുത് എന്നും ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.